ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് 5 ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ ഒരു എളുപ്പത്തിൽ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൊച്ചുള്ളി, ഇത് ചതച്ച മുളക്, അതായത് വറ്റൽ മുളക് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ചതച്ചതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഉപ്പും വെളിച്ചെണ്ണയും ബീഫ് വേവിച്ചതും. ഒരു 4 വിസിലടിച്ച് വേവിച്ച ബീഫാണ് കേട്ടോ ഇത്. ഇതിനകത്ത് വേറെ കട്ടിങ്ങോ വേറെ മസാലപ്പൊടികളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈവൻ ഒരു കട്ടിങ് പോലും ഇല്ല. നമ്മൾ സവാളയോ ഉള്ളിയോ ഒന്നും കട്ട് ചെയ്യുന്ന പോലും ഇല്ല കേട്ടോ. ഇതാ കുക്കർ വെച്ചു. കുക്കറിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരുമിച്ച് നമ്മളങ്ങ് ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് വയറ്റിലോ അങ്ങനെ ഒന്നുമില്ല, ഒരുമിച്ച് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യും. ഇതിനകത്ത് നേരത്തെ ഞാൻ കുറച്ച് ഉപ്പിട്ട് മാത്രമാണ് ബീഫ് വേവിച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക മീൻസ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മുളക് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. എന്നിട്ട് നമ്മൾ വേവിച്ച് ബീഫ് ഇതിലേക്ക് കുറച്ച് സ്ലൈസസ് ആയിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഒരു 250 ഗ്രാം ബീഫ് ഞാൻ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ട്രൈ ആണ് ഞാൻ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് ബീഫും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരും. ഒരു 4 to 5 വിസിൽ മതിയായിരിക്കും കേട്ടോ. അതിൽ കൂടുതൽ വിസിൽ ഇത് വേണ്ട. ഒരു വിസിൽ വരാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കി ബീഫ് റോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം സവാള അരിയണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് അതൊന്നും വേണ്ട കേട്ടോ. ദേ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫുള്ള് വിസിൽ കളഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. ദേ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഓയിൽ കാണുന്നുണ്ട്. ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്കിത് അടിപൊളി ഒരു ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ട്രൈ ചെയ്ത് 100% ഉറപ്പ് പറയുന്നൊരു ഡിഷാണ് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിൻ്റെ കൂടെ സൈഡായിട്ട് പൊറോട്ടയോ അപ്പോ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചീനി വെച്ചതൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.